സന്തോഷ് കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. സന്തോഷം, വളരെ തിരക്ക് പിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചില പരിപാടികളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. കണ്ണൂർ എങ്ങനെയുണ്ട് സന്തോഷ്? വളരെ വേഗത്തിൽ. ശരത്ത്, കണ്ണൂരിലെ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. കണ്ണൂർ പൊതുവെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലുള്ളതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇനി ഒരാഴ്ച മാത്രം അവശേഷിക്കെ LDF വളരെ വ്യക്തമായിട്ടുള്ള ഒരു മേധാവിത്വം നേടിയിട്ടുണ്ട്. ഒരു കാര്യം മാത്രം പറയാം, കണ്ണൂർ പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂരിൽ സാധാരണഗതിയിൽ KPCC പ്രസിഡന്റ് സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ പോകേണ്ടതാണ്. അദ്ദേഹം മണ്ഡലത്തിന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനർത്ഥം പേരാവൂർ മണ്ഡലത്തിൽ അതിശക്തമായ മത്സരം ഇത്തവണ ശൈലജ ടീച്ചർ ഉയർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നതും പേരാവൂരിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ പേരാവൂർ കേന്ദ്രീകരിക്കുന്നു. ശൈലജ ടീച്ചർ മികച്ച മത്സരം കാഴ്ചവെക്കുന്നു. ഇത്തവണ പേരാവൂർ LDF പിടിച്ചെടുക്കും എന്നുള്ളൊരു പ്രതീതിയാണുള്ളത്. മറ്റൊരു പ്രധാന മത്സരം നടക്കുന്നത് കണ്ണൂർ മണ്ഡലത്തിലാണ്. കടന്നപ്പള്ളി രാമചന്ദ്രനും TO മോഹനനും മത്സരിക്കുന്ന കണ്ണൂരിൽ ഇത്തവണ ആദ്യഘട്ടത്തിൽ വന്നിട്ടുള്ള രാഷ്ട്രീയമായ വിലയിരുത്തലെല്ലാം ഇത്തവണ കണ്ണൂർ മണ്ഡലം UDF ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നാലെ നമ്മൾ കണ്ടു സുധാകരൻ്റെ സീറ്റ് മോഹം, അതിന് പിന്നീട് ശേഷമുണ്ടായ കോൺഗ്രസിലെ പലവിധ പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ കണ്ണൂരിലും ഒരു ഇഞ്ച് പോലും പ്രചരണത്തിൽ ഏതെങ്കിലും മേൽക്കൈ നേടാൻ UDFന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായും കടന്നപ്പള്ളി വളരെ വ്യക്തമായ ഒരു മേധാവിത്വം കണ്ണൂർ മണ്ഡലത്തിൽ നേടിയിട്ടുണ്ട്. മറ്റു മണ്ഡലങ്ങൾ നമുക്കറിയാം. ഏതായാലും എല്ലാ മണ്ഡലങ്ങളിലും 2 മണ്ഡലങ്ങൾ മാത്രമാണ് കഴിഞ്ഞ തവണ UDF വിജയിച്ചത്. ഇരിക്കൂറും പേരാവൂറുമാണ്. അവിടെ പേരാവൂരിലെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇരിക്കൂറിലും നല്ല മത്സരം നടക്കുന്നുണ്ട്. ഏതായാലും കണ്ണൂരിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ചൂടുപിടിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി വന്ന് കണ്ണൂരിൽ നിന്ന് മടങ്ങി. അതോടൊപ്പം തന്നെ CPIMന്റെ PB അംഗം മറിയം ധവള ഇന്നലെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസങ്ങളിലായി നിരവധി ദേശീയ നേതാക്കന്മാർ ആണ് കണ്ണൂരിലേക്ക് എത്തിച്ചേരാറുള്ളത്. ശരത്.